ഗ്രൂപ്പ് എല്ലിലെ ഏറ്റവും കാത്തിരുന്ന പോരാട്ടങ്ങളിൽ ഒന്നായ ക്രൊയേഷ്യ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം ആരാധകർക്ക് ഗോൾ വിരുന്നായി മാറി. ആവേശകരമായ മത്സരത്തിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ 4-2 പരാജയപ്പെടുത്തി. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ടിന് ലീഡ് നേടാൻ സാധിച്ചു. ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകളുമായി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ക്രൊയേഷ്യയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. മാർട്ടിൻ ബറ്റൂരിനയും പീറ്റർ മൂസയും നേടിയ ഗോളുകളിലൂടെ ക്രൊയേഷ്യ അതിഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. അങ്ങനെ സ്കോർ 2-2 എന്ന ആവേശോജ്വലമായ നിമിഷങ്ങളിലേക്ക് മാറി. രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ താരമായ ബെല്ലിംഗ്ഹാം തൻ്റെ ക്ലാസ് കാണിച്ചു. അത്യുഗ്രൻ മുന്നേറ്റത്തിലൂടെ നടത്തിയ പ്രകടനം ഒടുവിൽ ഗോളിലാണ് അവസാനിച്ചത്. പിന്നീട് അവസാന മിനിറ്റുകളിൽ സബ്സ്റ്റിറ്റ്യൂഷനായി ഇറങ്ങിയ മാർക്കസ് റാഷ്ഫോർഡ് അവസാന മിനിറ്റിൽ ഗോൾ നേടി ഇംഗ്ലണ്ടിന് വിജയം ഉറപ്പിച്ചു. ക്രൊയേഷ്യൻ നായകൻ ലൂക്ക മോഡ്രിച്ച് തൻ്റെ അനുഭവജ്ഞാനം മുഴുവൻ എടുത്തു എങ്കിലും പ്രതിരോധത്തിലെ പാളിച്ചകൾ ക്രൊയേഷ്യൻ ടീമിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഗോൾ കീപ്പർ ഡൊമിനിക് ലിവാനോവിച്ച് മികച്ച കുറേയധികം സേവുകൾ നടത്തി എങ്കിലും ഇംഗ്ലണ്ടിൻ്റെ ആക്രമണത്തിന് മുനയൊടിക്കാൻ അത് മതിയായിരുന്നില്ല. ഈ ജയത്തോടെ ഗ്രൂപ്പ് എല്ലിൽ നിർണായകമായ 3 പോയിൻ്റുകൾ ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, മാർക്കസ് റാഷ്ഫോർഡ് എന്നിവർ മികച്ച പഠനം കാഴ്ചവെച്ചപ്പോൾ ലോകകപ്പ് കിരീട പോരാട്ടം ഇംഗ്ലണ്ട് ശക്തമായി തുടങ്ങി. വീണ്ടും ഒരു ലോകകപ്പ് നേടണം എന്ന ഇംഗ്ലണ്ടിൻ്റെ വാശിക്ക് മുന്നിൽ ക്രൊയേഷ്യയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതേസമയം ഇന്നത്തെ തോൽവിയോടുകൂടി ക്രൊയേഷ്യയ്ക്ക് അടുത്ത മത്സരങ്ങൾ ജീവൻ മരണ പോരാട്ടങ്ങളായി മാറിയിരിക്കുകയാണ്. ഇത് ക്രൊയേഷ്യയുടെ തോൽവിയുടെ കഥ മാത്രമല്ല, ഒരു ഇതിഹാസ താരത്തിൻ്റെ അവസാന ലോകകപ്പിലൂടെയുള്ള യാത്രയും കൂടിയായിരിക്കാം. വർഷങ്ങളോളം രാജ്യത്തിന് വേണ്ടി പോരാടിയ ലൂക്ക മോഡ്രിച്ച് എന്ന സൂപ്പർ താരം ലോകകപ്പ് കഴിഞ്ഞാൽ ബൂട്ടഴിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒരുപക്ഷെ ലോകകപ്പ് വേദികളിൽ മോഡ്രിച്ചിനെ അവസാനമായി കാണുന്ന നിമിഷങ്ങളായിരിക്കാം ഇത്. എന്തായാലും മത്സരങ്ങൾ അവസാനിച്ചിട്ടില്ല. ക്രൊയേഷ്യ ശക്തമായി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.